കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് RCR അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള 2025 സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ വിധി എന്താണ് പറഞ്ഞിട്ട് എന്നുള്ളത് ആദ്യം പറയാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെയാണ് പറയുന്നത്: The Supreme Court held that even if a wife refuses to live with her husband despite a decree of restitution of conjugal rights, she is still entitled to claim maintenance under section 125 of the CRPC or BNSS 144 if she has a valid reason for not returning എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്, നമുക്കറിയാവുന്നൊരു കാര്യമാണ് RCR അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഭർത്താവിൻ്റെ കൂടെ താമസിക്കാതെ അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധം തുടരാതെ അവർക്ക് വേറെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുവാനോ വാടകയ്ക്ക് താമസിക്കുവാനോ അവർക്ക് എന്തുണ്ട്? അധികാരം അല്ലെങ്കിൽ അവകാശമുണ്ട്. അങ്ങനെ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് BNSS 144 പ്രകാരമോ അല്ലെങ്കിൽ CRPC 125 പ്രകാരമോ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മെയിൻ്റനൻസ് അല്ലെങ്കിൽ ചെലവിന് മേടിക്കുവാനുമുള്ള എന്തുണ്ട്? അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം എപ്പോഴാണ് തീരുന്നത്? ഇങ്ങനെ പോകുവാനായിട്ട്, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനായിട്ട് യാതൊരു വിധത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഈ പറഞ്ഞ സെക്ഷൻ പ്രകാരം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് പാടില്ല. എന്ന് മാത്രമല്ല, മെയിൻ്റനൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനും ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറയാം, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. പക്ഷെ അങ്ങനെ ഇറങ്ങിപ്പോകണ സമയത്ത് എന്തുണ്ടാവണം? വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകണം. അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് കിട്ടും? RCR പ്രകാരം മെയിൻ്റനൻസ് കിട്ടും. ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭാര്യയ്ക്ക് ഇറങ്ങിപ്പോകാം, പ്രത്യേകിച്ച് കാരണങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭാര്യമാർ ഇറങ്ങിപ്പോകുന്നത് 90% എന്ത് തന്നെയാണ്? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും ഇറങ്ങിപ്പോകാറുള്ളത്. അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് എന്ത് ചെയ്യണം? RCR ആണ് നിങ്ങളവിടെ ഫയൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.